അങ്കാലിയിലെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ വാർത്ത കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ കുന്നോറമലയാണ്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ബൈപ്പാസിലാണ് ഈ ഒരു കുന്ന്. നിർമ്മാണത്തിനിടെ പലതവണ മണ്ണിടിച്ചിലുണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെ. കേരളത്തിലുടനീളം 6 വരിപ്പാത നിർമ്മിക്കാൻ വേണ്ടി വലിയ കുന്നും പാറയുമൊക്കെ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ദേശീയപാതക്കരികിൽ ഇതുപോലെ കാണുമ്പോൾ ഇതൊക്കെ സേഫാണോ എന്ന് തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. സംഭവം സോയിലിംഗ് നൈലിംഗ് പോലുള്ള ജർമ്മൻ ടെക്നോളജിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ ടെക്നോളജികൾ എത്രത്തോളം ഫലപ്രദമാവുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. കൊയിലാണ്ടി ടൗണിനെ ഒഴിവാക്കി ചെങ്ങോട്ടുകാവ് നിന്ന് തുടങ്ങി നന്ദിബസാർ വരെ 11 കിലോമീറ്ററാണ് കൊയിലാണ്ടി ബൈപ്പാസ്. വെങ്ങളം മുതൽ അഴിയൂർ വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു റീച്ചിലെ ചെറിയ ഭാഗമാണ് കൊയിലാണ്ടി ബൈപ്പാസ്. എന്നാൽ ആവശ്യത്തിന് മണ്ണ് ലഭിക്കാത്തതും ഇവിടെ കുന്നോറമലയിലെ മണ്ണിടിച്ചിലും ഇവിടെ നിർമ്മാണത്തിൻ്റെ മെല്ലെപ്പോക്കിന് കാരണമായി. വാഗാട് എന്ന നിർമ്മാണ കമ്പനിയാണ് ഇവിടെ വർക്ക് എടുക്കുന്നത്. ഈ കുന്നിൻ്റെ സൈഡിൽ വളരെ അടുപ്പിച്ചാണ് സോയിലിംഗ് ചെയ്തിരിക്കുന്നത്. ഇനി വലിയ അളവിൽ ഇതിൻ്റെ മേലെ സിമൻറ്റ് പൂശും. വടകര ഭാഗത്ത് 2 ആഴ്ച മുന്നേ ഇവർ തന്നെ സോയിലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന ചോദ്യം മുന്നിലുള്ളത്. ഇവിടെ ആണെങ്കിൽ ദേശീയപാതക്കരികിൽ തന്നെ വളരെ ഉയരത്തിലാണ് 2 സൈഡിലും മലകൾ നിൽക്കുന്നത്. അതിൻ്റെ മേലെ വീടുകളുണ്ട്, ജനവാസ മേഖലയാണ്. ശരിക്കും ഇവിടങ്ങളിൽ ഇരുവശത്തും ജനങ്ങളെ ഒഴിപ്പിച്ച് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ കുന്നുകൾ കുറേയൊക്കെ ചെറുതാക്കാമായിരുന്നു. മലയിലെ വർക്കുകൾ മാറ്റി നിർത്തിയാൽ മറ്റു വർക്കുകളൊക്കെ ബൈപ്പാസിൽ കുറേയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. പലയിടത്തും 6 വരിയിൽ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. നിരവധി അണ്ടർപാസുകളും കൾവെട്ടുകളും വരുന്നുണ്ട് ഈ ബൈപ്പാസിൽ. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് മേലെ 6 വരി റോഡായി. സൈഡ് വാൾ കെട്ടാനും സർവീസ് റോഡിൻ്റെ വർക്കുമൊക്കെ ചിലയിടങ്ങളിൽ ഇനിയും നടക്കേണ്ടതുണ്ട്. ഈ ഒരു ബൈപ്പാസിലെ ഏക ഓവർപാസാണ് ഈ കാണുന്നത്. കൊയിലാണ്ടി താമരശ്ശേരി സംസ്ഥാന പാതയാണ് ഇവിടെ ദേശീയപാതയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നത്. ഓവർപാസിൻ്റെ വർക്ക് മുഴുവനായും തീർന്നിട്ടില്ല കേട്ടോ. മേലെ ഇനിയും ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഈ ഓവർപാസ് പിന്നിട്ട് ചെങ്ങോട്ടുകാവ് വരെയുള്ള ഭാഗം ഏറെക്കുറെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ചെങ്ങോട്ടുകാവ് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അതിൻ്റെ വർക്ക് തീർക്കാനുണ്ട്. ബൈപ്പാസ് കഴിഞ്ഞ് വെങ്ങളത്തേക്ക് പോകുമ്പോൾ ചിലയിടങ്ങളിൽ നല്ലവണ്ണം വർക്ക് മുന്നേറിയിട്ടുണ്ട്. ഇവിടെ 6 വരി പൂർത്തിയായ റോഡ് കാണാം. ഇത് പോലിക്കാവ് ഭാഗമാണ്. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് ഒരു പകുതി കഴിഞ്ഞു.
ഇവിടുന്ന് വെങ്ങളത്തേക്ക് പോകുമ്പോൾ പൊയിൽക്കാവ്, പൂക്കാട്, തിരുവങ്ങോർ എന്നിവിടങ്ങളിലൊക്കെ അണ്ടർപാസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. തുടക്കം മുതലേ ഈ ഒരു റീച്ചിൽ മണ്ണ് കിട്ടാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് മണ്ണ് ഈ റീച്ചിലേക്ക് വേണ്ടി വരും. അണ്ടർപാസ് വരുന്ന ജംഗ്ഷനുകൾ ഒഴിവാക്കി ബാക്കിയുള്ളിടത്തൊക്കെ അത്യാവശ്യം വർക്ക് മുന്നേറിയിട്ടുണ്ട്. പൂക്കാട് എത്തും മുന്നേയുള്ള ഭാഗമാണ് കേട്ടോ. ഇവിടെ വർക്ക് ഒരുവിധം പൂർത്തിയായിട്ടുണ്ട്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ കാരണം എല്ലാ ഭാഗത്തെയും വീഡിയോ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു റീച്ചിലെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ദേശീയപാത നിർമ്മാണ കാഴ്ചകളുമായി വീണ്ടും വരാം.